വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. മലയാളം ടൈപ്പിസ്റ്റ് ജോബാണ് വരുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ നന്നായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന അറിയാവുന്നവരാണ്, നല്ല സ്പീഡൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാം. 8,000 തൊട്ട് 15,000 രൂപ വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി വരിക. അപ്പോൾ അതിനിടയ്ക്കുള്ള ഒരു സാലറി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് പ്രതീക്ഷിക്കാം. അപ്പം ജോബിൻ്റെ എക്സ്പീരിയൻസോ അതുപോലെ തന്നെ ജോബ് മാസങ്ങൾ പോകും തോറും അനുസരിച്ച് വർഷങ്ങൾക്കനുസരിച്ച് അവർ സാലറി കൂട്ടിത്തരും. അതിപ്പോൾ എല്ലാ സ്ഥാപനത്തിലും അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ അത് സ്റ്റാർട്ടിങ് സാലറി ഇത്രയേ ഉള്ളൂ എന്നോർത്ത് വിഷമിച്ച് അപ്ലൈ ചെയ്യാതിരിക്കരുത്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ജോബിന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ജോബിൻ്റെ ഡീറ്റെയിൽസും അപ്ലൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ജോബിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആളുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന ജോബ് വന്നിട്ടെന്ന് പറഞ്ഞാൽ മലയാളം ടൈപ്പിസ്റ്റ് ജോബാണ് വരുന്നത്. തിരുവനന്തപുരത്താണ് വേക്കൻസി വന്നിരിക്കുന്നത്. പേയ്മെൻറ്റ് സാലറി 8,000-നും 15,000-നും ഇടയ്ക്കാണ് സാലറി വരിക. ജോബ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, ഫുൾ ടൈം ജോബാണ് വരിക. അപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഫ്രഷേഴ്സിന് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൻ്റെ ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ആക്യുറേറ്റ്ലി ടൈപ്പ് ഡോക്യുമെൻറ്റ് റിപ്പോർട്ട്സ് ഇമെയിൽസ് ആൻഡ് അതർ മെറ്റീരിയൽസ് ഇൻ മലയാളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മെയിൽ ഡോക്യുമെൻ്റ് റിപ്പോർട്ട്സൊക്കെ ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവരായിരിക്കണം. ട്രാൻസ്ഫർ ഡാറ്റ ഫ്രം വേരിയസ് സോഴ്സസ് ഇൻറ്റു ഡിജിറ്റൽ ഫോർമാറ്റ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം, ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇപ്പോൾ ഓഡിയോസോ അല്ലെങ്കിൽ റെക്കോർഡിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം, ഒന്നെങ്കിൽ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിലേക്കോ മാറ്റാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് ഡേറ്റാബേസ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ്. അപ്പം നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക, ഡേറ്റാസ് അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ പ്രൊഫഷൻസി ഇൻ മലയാളം ടൈപ്പിംഗ്. നമ്മൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സ്പീഡായിട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യാൻ പറ്റണം. പിന്നുള്ളത് ഗ്രാമർ ആൻഡ് സ്പെല്ലിങ്. നമുക്ക് മലയാളത്തിൽ ഗ്രാമർ എന്ന് വെച്ചാൽ മലയാളത്തിൽ അക്ഷരത്തെറ്റൊന്നും ഉണ്ടാകരുത്. അല്ലാതെ നല്ല ക്ലിയറായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ തന്നെ ടൈപ്പ് ചെയ്യാൻ പഠിച്ചിരിക്കണം. കമ്പ്യൂട്ടർ സ്കില്ല്, നല്ല കമ്പ്യൂട്ടർ സ്കിൽ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ഷീറ്റ്, വേർഡ്, അതുപോലെ തന്നെ പവർ പോയിൻ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഡീല് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ വർക്ക് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്. നമുക്ക് ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനായിട്ടൊക്കെയുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടായിരിക്കണം. ഡേറ്റ എൻട്രി സ്കില്ല് എന്ന് വെച്ചാൽ ഡേറ്റ എൻട്രി ചെയ്യുക, അതുപോലെ തന്നെ ഡേറ്റാസ് മാനേജ് ചെയ്യുക. അപ്പോൾ ഒരു ഓഫീസിൽ വരുന്ന ഡേറ്റാസൊക്കെ മാനേജ് ചെയ്യാനും കൃത്യമായിട്ട് എൻട്രി ചെയ്യാനുമായിട്ടൊക്കെയുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രീവിയസ് എക്സ്പീരിയൻസ് ടൈപ്പിസ്റ്റ് ഓർ സിമിലർ റോൾ ഇൻ പ്ലസ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരത്തെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് ശീലമുള്ളവരാണെങ്കിൽ കൂടുതൽ പ്രിഫറൻസ് ഉണ്ടായിരിക്കും എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അപ്പം താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അവരുടെ അഡ്രസ്സിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഈ ജോബിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവർ, ഈ മലയാളം ടൈപ്പ് ഇങ്ങനെ പ്രത്യേക കോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ടൈപ്പിങ് മലയാളം നന്നായിട്ട് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ടൈപ്പ് ചെയ്യാനും സ്പീഡുള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.